നമസ്കാരം. ഒരു ചോദ്യം വാട്സപ്പിലൂടെ വന്നിട്ടുണ്ട്. കുലം നശിക്കുവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഉത്തരം: വിഹിതാചാരഹീനേഷു ക്ഷിപ്രം നശ്യതി വൈ കുലം. വിഹിതാചാരഹീനേഷു. അപ്പോൾ എന്താണ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നമ്മൾ അനുഷ്ഠിച്ച് വന്നിരുന്നത്, അത് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ഈ ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ പഴയ ഒരു വിഷയമാണ്. ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുക, പൂജ മുതലായവ മാത്രമായി മനുഷ്യൻ ഇന്ന് ആചാരം എന്ന വാക്കിനെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ പഴഞ്ചൻ രീതിയാണല്ലോ എന്നുള്ളതാണ്. അതിനെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറായിട്ട് കാണുക. ധർമ്മിഷ്ഠമായ, ധർമ്മത്തോടു കൂടിയുള്ള ഒരു ജീവിത രീതിയാണ് അത് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ സ്വധർമ്മം വെടിയാതിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ സ്വധർമ്മം എന്തൊക്കെയാണെന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. പറയുന്നത് എളുപ്പമാണ്. ഇന്ന് ആർക്കും സമയമില്ല. നാം എല്ലാവരും നെട്ടോട്ടം ഓടുകയാണ്. മൈക്കിലൂടെ പറയുന്നത് വളരെ എളുപ്പമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, ശീലം സർവത്ര വൈ ധനം. എല്ലാ സ്ഥലത്തും വർത്തിക്കുന്നത് ശീലമാണ്. കുട്ടികളെ നല്ല ശീലങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തുക. ഈ ഒരു വിഷയം ഇവിടെ ഇന്ന് അച്ഛനമ്മമാർക്ക് സമയമില്ല. രാവിലെ എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി അവസാന നിമിഷം എഴുന്നേൽപ്പിച്ച ശേഷം സ്കൂളിൽ പോകണം, റൊട്ടീനാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ജീവിതം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുക, പഠിക്കുക, സമ്പാദിക്കുക എന്നും മാത്രമായി ഒതുങ്ങി. അങ്ങനെ ശീലിച്ച് ഒരു 20-25 കൊല്ലം കഴിഞ്ഞ ശേഷം പതുക്കെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളൊക്കെ വരുമ്പോൾ, ഇല്ലെങ്കിൽ ദുരിതങ്ങൾ വരുമ്പോൾ, ദുരിത അനുഭവം വരുമ്പോൾ, അനുഭവം തന്നെയാണ് ഗുരു. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ രാമനെയും കൃഷ്ണനെയും കുറേ പേരിങ്ങനെ പോകുന്നുണ്ടല്ലോ പഴമക്കാരെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് നാം അതിലേക്ക് എത്തി നോക്കുകയാണ്. എത്തി നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ വാസനകളെല്ലാം തന്നെ ഈ ഒരു 25 കൊല്ലത്തെ വാസന ഇതിലേക്കൊന്നുമില്ല. ഇതെന്താണെന്ന് പോലും ചിന്തിച്ചിട്ടില്ല. പെട്ടെന്നൊരു ജ്യോത്സ്യനെ കാണുന്നു. ജ്യോത്സ്യനെ കണ്ട ശേഷം എന്തെങ്കിലും ഹോമം അദ്ദേഹം പറയും. ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കാതെ ഒരു 25 കൊല്ലം എന്താണ് വീട്ടിൽ സംസാരിച്ചിട്ടുള്ളത്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, നല്ല ചിന്തകളെ വളർത്തിയിട്ടുള്ളത്, അച്ഛനമ്മമാർ എന്തൊക്കെ സംസാരിക്കുന്നു, വീട്ടിൽ മുഴുവനും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ജീവിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടി, അച്ഛനും അമ്മയും ഇന്ന് വേർപെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം, സെപ്പറേറ്റഡ് ആണ്. കുറേ വിഷയങ്ങൾ ഇന്ന് ഒരു കുട്ടിയുടെ മനസ്സിൽ ഇന്നുണ്ട്. ഒരു പിയർ പ്രഷറാണ്, സമൂഹം അങ്ങനെ ചിന്തിപ്പിക്കുന്നു. അതിനിടയ്ക്ക് വെന്ത് നീറുന്ന കുട്ടി, അങ്ങനെ ആ കുട്ടി വളർന്നു വരുമ്പോൾ അച്ഛൻ ചോദ്യവുമായിട്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് പോവുകയാണ്. കുട്ടി മനസ്സിലാക്കുന്നില്ല, ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന് ഒറ്റമൂലിയൊന്നുമില്ല. ഇതിന് നമുക്ക് ഉത്തരം ഒന്നേ ഉള്ളൂ: ധർമ്മേണ ഗമനമൂർധം ഗമനമധസ്താത് ഭവത്യധർമ്മേണ ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയുന്നു. ഏവർക്കും അറിയാം അവസാനത്തെ വരി ധർമ്മോ രക്ഷതി രക്ഷിത. അതിന് മുമ്പേ ഉള്ള ഒരു 3 വരിയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ധർമ്മം മാത്രമേ ഉള്ളൂ രക്ഷയ്ക്ക്. ധർമ്മേണ ഗമനമൂർധം. അപ്പോൾ ധർമ്മകാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ടാണ് സനാതന ധർമ്മം എന്നുള്ള പേര് സിദ്ധിച്ചത് തന്നെ. ഹിന്ദു ധർമ്മം എന്നുള്ളതാണ്. അതൊരു മതമായി വ്യാഖ്യാനിച്ച് ബ്രിട്ടീഷുകാർ നമ്മുടെ മനസ്സിനകത്തേക്ക് കുത്തിത്തിരികി തന്നിട്ടുണ്ട് ഹിന്ദു മതം എന്ന വാക്ക്. ദയവ് ചെയ്ത് അത് ഉപയോഗിക്കരുത്. അവിടെ തുടങ്ങുന്നു നമ്മുടെ ആത്മീയ ചിന്ത. ഹിന്ദു മതം എന്ന് പറയുമ്പോൾ തന്നെ, മതം എന്ന് പറയുമ്പോൾ ഒരാളുടെ അഭിപ്രായം, ഡിക്റ്റേറ്റർഷിപ്പാണ്. ഞാൻ പറയുന്നത് കേൾക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ അതിനെ ധർമ്മം, ഹിന്ദു ധർമ്മം എന്ന വാക്ക് ഒന്ന് മാറ്റി നോക്കുക. ഹിന്ദു മതം എന്നുള്ളതിനെ മാറ്റി ഹിന്ദു ധർമ്മം, ധർമ്മം, സനാതന ധർമ്മം, ഒരു ജീവിത രീതി എന്നാവും. ജീവിത രീതിക്ക് കുഴപ്പമില്ലല്ലോ എന്ന് ഇന്നത്തെ ജൻസിയുടെ ഇടയ്ക്ക് നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടും. ജീവിത രീതിയാണ്. അപ്പോൾ ജീവിത രീതി തന്നെയാണ് ഹിന്ദു ധർമ്മം, ഇല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം തന്നെ. ആ സംസ്കാരത്തിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൽ ഒരു കാര്യം ഇവിടെ പറയാം. അഭിവാദനശീലസ്യ നിത്യം വൃദ്ധോപസേവിനഃ ചത്വാരി തസ്യ വർദ്ധന്തേ ആയുർവിദ്യ യശോ ബലം. ആയുസ്, വിദ്യ, യശസ്, ബലം. ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പ്രഥമ സ്ഥാനം അർഹിക്കുന്നു. അച്ഛനമ്മമാരെ ഉപേക്ഷിക്കരുത്, വൃദ്ധജനങ്ങളെ പരിരക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യാതെ ഇരുന്നിട്ട്, ഇതൊന്നും ചെയ്യാതെ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ വലിയ പ്രവൃത്തിയൊക്കെ ചെയ്ത്, വലിയ കമ്പനിയിലൊക്കെ നല്ല ജോലിയൊക്കെ ചെയ്ത്, അമ്പലങ്ങളിൽ ഡൊണേഷൻ കൊടുത്ത്, അന്നദാനം നൽകി,
പല പ്രവർത്തികളും ചെയ്ത് നടക്കുകയാണ്. അപ്പം പ്രഥമ ദൃഷ്ട്യാ ഇല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം തന്നെ ചെയ്യാതെ മറ്റുള്ള കാര്യങ്ങളിലേക്കെല്ലാം പോകും. അപ്പോൾ ധർമ്മം അവിടെ ലോപിച്ചു. അവനവൻ്റെ സ്വധർമ്മമാണ് മാതൃപരിപാലനം എന്നുള്ളത്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ, യാന്യനവദ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി. വേറെ ഒരു കർമ്മവുമില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് ഉപനിഷത്തുക്കൾ. തൈത്തിരീയ ഉപനിഷത്തിലെ വാക്യമാണ്, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഇതൊന്നും നമ്മൾ ഇവിടെ കൊണ്ടുവന്നതല്ല. ഈ അറിവ് താനേ വരുന്നില്ല. അറിവ് പലരിൽ നിന്നും പഠിക്കുന്നു, വരും തലമുറയെ പഠിപ്പിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുകയാണ് ഭാരതീയ സംസ്കാരം. ഏവരും ഓർക്കുക, വൃദ്ധജനങ്ങളെ പരിരക്ഷിക്കുക, സംരക്ഷിക്കുക എന്നുള്ള ഒരു വിഷയം ശ്രേയസ് ഉണ്ടാക്കുന്നതാണ്. നമസ്കാരം.